ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വം ഇറങ്ങി ഒരു മാസം തികയാണ്. 28 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ ഇനി കൃത്യം 2 ദിവസം കഴിഞ്ഞാൽ അത് OTTയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ സിനിമയുടെ പുതിയതായി ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമ 100 കോടി കടന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത, സന്തോഷകരമായ ആ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. വേൾഡ് വൈഡ് തിയേറ്റർ ആൻഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫാമിലി ബ്ലോക്ക് ബസ്റ്റർ 100 CR. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ഹൃദയപൂർവ്വം അങ്ങനെ സത്യൻ അന്തിക്കാടിൻ്റെ ആദ്യ 100 കോടി ചിത്രമായി മാറുന്നു. മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത് ഹാട്രിക് 100 കോടിയിലേക്കും എത്തുന്നു എന്നുള്ളതാണ്. ഇക്കുറി തിയേറ്ററിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഏകദേശം 75 കോടിയോളമാണ്. 100 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബിസിനസ് അടക്കം നടന്നിരിക്കുന്നത്. എന്താണേലും ഒരു ഫൈനൽ റണ്ണിലേക്ക് സിനിമ നടക്കുമ്പോൾ 28-ാം തീയതിയായ ഇന്ന് സിനിമയ്ക്ക് 255ഓളം ഷോകളാണുള്ളത്. ഏകദേശം 5600ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 9 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കളക്ഷനായിട്ട് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. അതായത് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ഈ 28-ാം ദിനത്തിലും വരികയാണ്. അതായത് ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് സിനിമയ്ക്ക് വർക്കിംഗ് ഡേയ്സിലും എല്ലാം നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് ഒരു 10-40 കോടിക്ക് താഴെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾക്ക് അതിൻ്റെ നേരെ ഡബിളിലേക്കാണ് സിനിമ വന്നത്. കേരളത്തിൽ നിന്ന് മാത്രം സിനിമ 41 കോടി നേടുകയും വേൾഡ് വൈഡായിട്ട് നമുക്ക് 75 കോടിയിലേക്ക് എത്തുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. എന്താണെങ്കിലും ഈ ഒരു ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് ജനങ്ങളെ തള്ളിക്കയറ്റിയ അമ്മാതിരി ഒരു പടമായി മാറി ഹൃദയപൂർവ്വം എന്ന് തന്നെ പറയാം. ഏകദേശം 23,29,000 ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത്. ഈ ട്രാക്കേഴ്സ് പറയുന്നു ഏകദേശം 22,400ഓളം ഷോകളും സിനിമയ്ക്ക് കേരളത്തിൽ തന്നെ നടന്നു എന്നുള്ളതാണ്. എന്തായാലും മോഹൻലാലിൻ്റെ മറ്റൊരു വമ്പൻ വിജയം കൂടിയായി മാറുകയാണ് ഈ ഒരു സിനിമ. ഇന്ന് മോഹൻലാൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റാണിത്. താങ്ക് യു ഫോർ വെൽക്കമിങ് ഹൃദയപൂർവ്വം ഇൻ ടു യുവർ ഹേർട്സ് ആൻഡ് ഹോം എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ്സ് ബീൻ ട്രൂലി ഹേർട്ട് വാമിംഗ് ടു സീ ഫാമിലീസ് കമ്മിങ് ടുഗദർ, സ്മൈലിംഗ്, ലാഫിംഗ് ആൻഡ് ഈവൻ ഷെഡിങ് എ ഫ്യൂ ടീയേഴ്സ് വിത്ത് അസ്. അതെ, അങ്ങനെ ആ ഫാമിലി എല്ലാവരും ചേർന്ന് വരുന്ന ചെറിയ ചിരികളും സന്തോഷങ്ങളും ലാസ്റ്റ് ചെറിയ കണ്ണീരുമൊക്കെയായി പോകുന്ന ആ ഒരു സിനിമ. എല്ലാവരുടെ അടുത്ത ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരെ ഇനി ഹൃദയപൂർവ്വം ഹൃദയത്തിൽ ചേർത്ത് നിൽക്കാം. ലാൽ സലാം.